ജോൺ, ഇന്നാ നീ ചോദിച്ച ഭൂമികുലുക്കം ഉണ്ടാക്കണ കൺമെഷീൻ ഏത് സ്ഥലത്തെ ഭൂകമ്പം വേണ്ടെന്ന് വെച്ചാ ഇവിടെ നിന്ന് ഇങ്ങനെ ഉന്നം വെച്ച് ട്രിഗർ അമർത്തിയ ഗണ്ണിന്ന് റേസ് ഇറങ്ങി ആ സ്ഥലത്ത് വീഴും. അവിടെ ഭൂമികുലുക്കം ഉണ്ടാവും. മനസ്സിലായോ? മനസ്സിലായി, മനസ്സിലായി. വളരെ നന്നായി തന്നെ മനസ്സിലായി. ജോൺ അത്രയ്ക്ക് മണ്ടരൊന്നുമല്ല മിസ്റ്റർ മൈക്കിൾ. എന്ത് രസമാണ് കല്യാണത്തിന് ഇങ്ങനെ ഡാൻസ് കളിക്കാൻ. നല്ല രസമുണ്ടല്ലേ? എന്റെ ഫുർഫുറി നഗരത്തിലെ പ്രിയപ്പെട്ട ജനങ്ങളെ, ഡാൻസ് കളിയൊക്കെ നിർത്തി എല്ലാവരും വീട്ടിൽ പോകാൻ നോക്ക്. എന്തിനാ നീ മോഷ്ടിക്കാൻ വേണ്ടി വന്നതാ? എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷെ ഒരു സംഭവം ഉണ്ട്. ഇന്ന് രാവിലെ ഞാനൊരു സ്വപ്നം കണ്ടു. മോട്ടും ബത്തലവും എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ഭൂകമ്പം ഉണ്ടാകുമെന്ന്. രാവിലെ കണ്ട സ്വപ്നമല്ലേ, തീർച്ചയായും വലിക്കുമായിരിക്കും. പൊളിക്കടുത്തല്ലോ. ഞാനും എന്നും രാവിലെ സ്വപ്നം കാണാറുണ്ട് എനിക്കൊരു നിധി കിട്ടുമെന്ന്. പക്ഷെ ഇന്ന് വരെ കിട്ടിയിട്ടില്ല. എന്റെ സ്വപ്നം എന്നാണോ സഫലമാകുക? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിങ്ങൾ സമ്മതിച്ചാലും ശരി, സമ്മതിച്ചില്ലെങ്കിലും ശരി, ബാക്കിയെല്ലാം നിങ്ങളുടെ തലയിലെടുത്ത്. ഈ ഫുർഫുറി നഗരത്തിലെ ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ബൈ, ഞാൻ പോവാ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം. അതെ ജോണെ, ഒന്ന് അവിടെ നിക്ക്. ഞാൻ കളിക്കുന്ന ഈ ഡാൻസ് ഒന്ന് കണ്ടിട്ട് പോ. ഞാൻ കളിക്കുന്ന ഡാൻസ് ഒന്ന് കണ്ടിട്ട് പോവാനാ പറഞ്ഞത്. പിന്നെ നിന്റെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കില്ലേ? ശരിക്കുള്ള ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത്. കണ്ടോ, നിങ്ങൾ കണ്ടോ എന്റെ പൈശാചിക ബുദ്ധിയിൽ ഉദിച്ച ഐഡിയ എങ്ങനെയുണ്ടെന്ന്. ഇനി മോട്ടുവിനെയും പത്തിലുവിനെയും നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ജനങ്ങൾ തന്നെ അവന്മാരെ അടിച്ചോടിച്ചോളൂ. സുഹൃത്തുക്കളെ, ഈ സ്കൂളിന്റെ ഉദ്ഘാടനം ഞാനാണ് ചെയ്യേണ്ടത്. പക്ഷെ ഞാനത് മോട്ടു പത്ലുവിന്റെ കൈ കൊണ്ട് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നു. അവര് ഫുർഫുറി നഗറിന്റെ അഭിവൃദ്ധിക്കായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മോട്ടു പത്ലുവിനെ ആഹ്വാനം ചെയ്യുന്നു ഇവിടെ വന്ന് ഈ റിബൺ കട്ട് ചെയ്ത് സ്കൂളിന്റെ ഉദ്ഘാടനം ചെയ്യാനായിട്ട്. കൂട്ടുകാരെ, ഞാൻ വേറൊരു സ്വപ്നവും കൂടി കണ്ടിരുന്നു. ഒരു വെള്ള നിഴലാണ് എന്റെ സ്വപ്നത്തിൽ വന്നത്. അതെന്നോട് എന്താ പറഞ്ഞെന്നറിയാമോ? ഈ മോട്ടും പത്തലും എവിടെ പോകുന്നോ അവിടെ എല്ലാം ഭൂകമ്പം ഉണ്ടാകുമെന്ന്. ഫുർഫുറി നഗരത്തിലെ ജനങ്ങളെ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നത്. മോട്ടുവിനെയും പത്തലുവിനെ ഇവിടെ നിന്ന് അടിച്ചോടിക്ക്, അല്ലെങ്കിൽ ഈ നാട് തന്നെ നശിച്ചു പോകും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ആദ്യം ഞങ്ങൾ നിന്നെ പുറത്തേക്ക് പറഞ്ഞു വിട്ടേക്കാം. അല്ല, നമ്മൾ എന്താ പിന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? വേഗം നീ ആ റിബൺ കട്ട് ചെയ്യേ, അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും നിനക്കത് കട്ട് ചെയ്യാൻ പറ്റില്ല. ജോൺ സത്യമാ പറഞ്ഞ. മോട്ടും പത്തിലും എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഷുവറായിട്ടും ഭൂമികുലുക്കം ഉണ്ടാവും. എന്റെ സ്കൂള് ഇവര് കാരണമാണ് തകർന്നു പോയത്. ഇവരെ ഈ ഫുർഫുറി നഗരത്തിൽ നിന്ന് ഓടിച്ചുവിട്, അല്ലെങ്കിൽ ഈ നഗരം മുഴുവൻ തകർന്ന് തരിപ്പണമാവും. ചിങ്കം, മോട്ടുവിനെയും പത്ലുവിനെയും ഈ നാട്ടിൽ നിന്ന് ഓടിച്ചുവിട്. ഇറ്റ്സ് ആൻ ഓർഡർ. എനിക്ക് ഫുർഫുറി നഗരം ഇങ്ങനെ നശിക്കുന്നത് കാണാൻ സാധിക്കില്ല. യെസ് സർ.
അതെ ഒന്ന് നിൽക്കൂ, ആദ്യം ഞാൻ ആ റിബൺ ഒന്ന് കട്ട് ചെയ്തോട്ടെ. ഇപ്പൊ സ്കൂളേ ഇല്ല, ഇനിയിപ്പോ റിബൺ എന്തോന്നെടുത്ത് ഉണ്ടാക്കാനാ? തല്ല്, മോട്ടു പത്ലുവിനെ തല്ലി ഓടിക്ക്, ഈ നാട്ടിൽ നിന്ന് ഓടിക്ക്. ഓടിക്കോ. അല്ല പത്ലു, നമുക്കെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. ഈ സ്വപ്നങ്ങളൊക്കെ എന്താ ജോണിന് മാത്രം വരുന്നത്? അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ജോൺ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഈ പ്ലാന് നമുക്ക് നടപ്പാക്കാൻ ചായക്കട ചേട്ടനെയും നമ്മുടെ കൂടെ ചേർക്കണം. പിന്നെ ചിങ്കം സാറിന് നമുക്ക് വിവരം അറിയിക്കാം. അരേ മോട്ടു പത്ലു, നിങ്ങൾ രാത്രിയിൽ പറഞ്ഞ പോലെ തന്നെ അതുപോലെ ഞാൻ ചെയ്യാം. ജോണിന്റെ ഈ കളി നമുക്ക് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, നിങ്ങളിപ്പോ ഉച്ചത്തിൽ അലറി വിളിക്കേ. അതെ മോട്ടു പത്ലു, നിങ്ങൾ പിന്നെ ഇവിടെ വന്നോ? ഇവിടെ നിന്ന് പെട്ടെന്ന് പോകാൻ നോക്ക്, കടന്നു പോകാൻ, അല്ലെങ്കിൽ വീണ്ടും ഭൂകമ്പം വരും. അതെ അതെ, ഞങ്ങളൊരു സ്വപ്നം കണ്ടു. ഞങ്ങൾ എവിടെ പോയാലും അവിടെയൊക്കെ ഭൂകമ്പം ഉണ്ടാകുമെന്ന്. അവിടുന്ന് സ്വർണവും വെള്ളിയും പൈസയൊക്കെ കിട്ടുമെന്ന്. അവൻ നുണയാ പറയുന്നത്, വെറുതെ തള്ളുന്നത്. സ്വപ്നം കണ്ടെന്ന് കരുതി അങ്ങനെ വല്ല സംഭവിക്കുമോ? ശരി, കാണിച്ചു തരാം. ഇത്തവണ ഞാൻ വലിയൊരു ഭൂകമ്പം ഉണ്ടാക്കാൻ പോകുന്നേ. അതിനാർക്കും രക്ഷപ്പെടാനാവില്ല. എന്റെ ചായക്കട നിങ്ങൾ രണ്ടും കാരണം ആകെ നശിച്ചു പോയല്ലോ. പോടാ, വേഗം പോകാൻ നോക്ക്. ഇന്നാ പിടിച്ചോ, എല്ലാ സ്വർണങ്ങളും നിങ്ങൾ എടുത്തോളൂ. ഇപ്പൊ ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുക. ഇനി ഞങ്ങൾ എവിടെ ഭൂകമ്പം ഉണ്ടായാലും അവിടെയുള്ള സ്വർണവും പൈസയൊക്കെ എടുത്ത് പാവങ്ങൾക്ക് ദാനം ചെയ്യും. ആഹാ മോട്ടു പത്ലു, താങ്ക് യു വെരി മച്ച്. നിങ്ങൾ രണ്ടുപേരും വളരെ നല്ലവരാ. ഇനി ഞാൻ പുതിയ ചായക്കട തുടങ്ങും. നിങ്ങൾ അവിടെ എന്നും വരണേ. പിന്നെയും ഒരുപാട് സ്വർണം എനിക്ക് തരണേ. ബോസ്, അവരുടെ സ്വപ്നവും സത്യമായി മാറാൻ തുടങ്ങി. കണ്ടില്ലേ, ചായക്കടക്കാരന് എത്ര സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തിട്ട് അവന്മാര് പോയിക്കളഞ്ഞത്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരിക്കലും ഇത് വിശ്വസിക്കില്ല. ഇപ്പൊ തന്നെ അവർക്കിട്ടൊരു പണി കൊടുത്തേക്കാം. ഉടൻ തന്നെ നമുക്കൊരു ഭൂകമ്പം ഉണ്ടാക്കണം. വേഗത്തില് അവിടെയുള്ള സ്വർണവും വെള്ളിയൊക്കെ ഇനി എന്റെ സ്വന്തമാ, ഈ ജോണിന്റെ. പോകാം. എടാ മണ്ടന്മാരെ, എന്തിനു വേണ്ടിയാ നിങ്ങൾ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവരെ ഒന്നും ചെയ്യണ്ട. ഇവരെന്റെ കൂട്ടുകാരല്ലേ, വളരെ പ്രിയപ്പെട്ട കൂട്ടുകാര്. ഫുർഫുറി നഗരത്തിലുള്ളവരല്ലേ. നമ്പർ 1 ടീ കൊണ്ടുവരൂ. നമ്പർ 2 വേഗം സ്നാക്സ് ഒക്കെ കൊണ്ടുവരൂ. ഓക്കേ ബോസ്. ഒട്ടു പത്ലു, ശരിക്കും നോക്ക്. ഇവിടെ എവിടെയെങ്കിലും സ്വർണ്ണവും വെള്ളിയോ കൊണ്ടു നോക്ക്. അതെ, ഇതാ കിട്ടിയത്. നോക്ക് പോട്ടു, നന്നായി നോക്ക്. എന്തെങ്കിലും കിട്ടിയോ? ആ കിട്ടി. എന്നാ പിടിച്ചോ. ബോട്ടു, എന്തായി കാണിച്ചത്? എനിക്ക് എന്റെ കണ്ണു കാണാൻ കഴിയുന്നില്ലല്ലോ. മോട്ടു പത്ലു, ഇതാണ് ആ തോക്ക്. ഇതുകൊണ്ടാണ് ഇവന്മാർ ഭൂകമ്പം ഉണ്ടാക്കിയത്. ഓടിക്കോ, ഓടാനുള്ള സമയം വന്നിരിക്കുന്നു. ഓടിക്കോ. നമ്പർ 1 നമ്പർ 2 ഒന്ന് നോക്കണ ശരിക്കും. എവിടെയെങ്കിലും സ്വർണവും വെള്ളിയും ഒക്കെ കാണും. ബോസ്, ഓടിക്കൊണ്ടേയിരുന്നോ, അല്ലെങ്കിൽ നമുക്ക് എന്നേക്കുമായി ഇവിടുന്ന് പോണ്ടി വരും.
Watch India's largest kids library only on Jio Hotstar. Download the app now.